അല്ല, അടൂർ ഗോപാലകൃഷ്ണനെ പോലൊരാളെ അത്തരത്തിലൊരു പരിപാടിക്ക് വിളിക്കുമ്പം, ഒരു പക്ഷേ പരിപാടിക്ക് വിളിക്കുമ്പം ആളുകൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ പ്രായമായ ഒരു മനുഷ്യനാണ്. ഏതാണ്ട് സെനൈലിറ്റിക്ക് ബാധിച്ചിട്ടുള്ള ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പ്രായമായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഓർമ്മ പിശക് കൊണ്ടും ചിലപ്പം നിലവിലുള്ള കോണ്ടെക്സ്റ്റിൽ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം. അപ്പം അതിന് സാധ്യതയുണ്ട് എന്ന് വിചാരിക്കേണ്ടത് സംഘാടകർ കൂടിയിട്ടാണ്. കോൺക്ലേവിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സംഘാടക സമിതിയിൽ ഞാനടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനടക്കമുള്ള ആളുകൾ അത് വിചാരിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്. സെനൈൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പുള്ളി സംസാരിച്ചു കൊണ്ടിരിക്കും. ആളുകൾക്ക് ചിലപ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല, റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം പുള്ളിക്കാരന് കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ പല സമയത്തും ചിലപ്പോൾ ഉച്ചഭാഷണി പോലെ സംസാരിക്കാറുണ്ട്. പിന്നെ താൻ ചെയ്യുന്നതും പറയുന്നതും മാത്രമാണ് ശരി എന്നും ചിലപ്പോഴൊക്കെ അദ്ദേഹം വിചാരിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ആണ് അദ്ദേഹം എന്നറിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ആ പരിപാടിയിലേക്ക്, എവിടെയാണോ അദ്ദേഹം വിളിക്കപ്പെടുന്നത് അവിടേക്ക് അദ്ദേഹം എത്തുന്നത്. അപ്പം ആ നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണത്. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ കേൾക്കണം, ചിലതൊക്കെ കേട്ടിട്ട് ചിലതൊക്കെ മറ്റേ ചെവിയിലൂടെ കളയണം എന്ന് നമ്മൾ ചിലതിനെക്കുറിച്ച് പറയാറില്ലേ, എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നുള്ളൂ. അതൊരു ഭയങ്കര ഗ്രേവ് ഇഷ്യൂ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു കാലത്ത് അദ്ദേഹം വളരെ ഗംഭീരമായ സിനിമകൾ ചെയ്തിട്ടുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവരെ കാണുകയും അവർ ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ടും മനസ്സിലാക്കുകയും അതിനെ ആഴത്തിൽ അത് മനസ്സിലാക്കി സംസാരിക്കുകയും ചെയ്യേണ്ടതാണ്. അതൊന്നും അത് ചെയ്തിട്ടില്ല അദ്ദേഹം.